നോക്കുക, സംഭവം ഇവിടെ വർക്കിംഗ് ആണ്. വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണ്. യൂട്യൂബ് ഉപയോഗിക്കാത്ത ആരും ഈ വീഡിയോ കാണില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ചില അവസരങ്ങളിലെങ്കിലും യൂട്യൂബ് പാട്ട് കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും യൂട്യൂബ് മൊബൈലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിലെന്ന്. അതായത് മൊബൈലിൽ യൂട്യൂബ് വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈലിൻ്റെ സ്ക്രീൻ ഓഫ് ആക്കാൻ സാധിക്കും. എങ്ങനെ യൂട്യൂബ് വീഡിയോസ് മൊബൈലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്ത് കേൾക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതിനായിട്ട് 3 മെത്തേഡുകളാണുള്ളത്. അത് ഓരോന്നായിട്ട് പരിശോധിക്കാം. എല്ലാവരുടെ മൊബൈലിലും ക്രോം ബ്രൗസർ ഉണ്ടാകും. അപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചുകൊണ്ട് ഇതെങ്ങനെ സാധ്യമാക്കാമെന്ന് നോക്കാം. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ യൂട്യൂബിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറുക. ഇനി മുകളിൽ വലതുവശത്തായിട്ട് കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. വരുന്ന ഓപ്ഷൻസിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബ് സൈറ്റ് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് ചേഞ്ച് ആകും. അടുത്തതായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യേണ്ട ഇഷ്ടപ്പെട്ടൊരു വീഡിയോ സെലക്ട് ചെയ്ത് പ്ലേ ചെയ്യുക എന്നതാണ്. ഞാനിവിടെ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. വീഡിയോ ഇവിടെ പ്ലേ ആയിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ സോങ് ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. എന്നാൽ മുകളിൽ ഒരു പുതിയ ഐക്കൺ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ പാനൽ താഴ്ത്തി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലേ ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ സാധിക്കും. ശേഷം ഇനി സ്ക്രീൻ ഓഫ് ചെയ്താലും ആ ഒരു വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത മെത്തേഡിൽ മോസില്ല ഫയർഫോക്സ് ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കാര്യം എങ്ങനെ സാധ്യമാക്കാം എന്ന് നോക്കാം. വീഡിയോസ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യിക്കണമെങ്കിൽ ഫയർഫോക്സിൽ ഒരു എക്സ്റ്റൻഷൻ്റെ ആവശ്യമുണ്ട്. അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. സോ ഗൂഗിൾ ക്രോമിൽ കണ്ടതുപോലെ തന്നെ ഫയർഫോക്സിലും മുകളിൽ വലതുവശത്തായിട്ട് 3 ഡോട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസിൽ ആഡ്വാൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അത് സെലക്ട് ചെയ്യുക. ആഡ്വാൻസിലേക്ക് കയറി കഴിഞ്ഞാൽ ബ്രൗസ് ഫയർഫോക്സ് റെക്കമെൻഡഡ് എക്സ്റ്റൻഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യണം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആഡ്വാൻസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു പേജിലേക്കാണ്. ഇവിടെ മുകളിലായിട്ട് സെർച്ച് ഓപ്ഷനും കാണാം. സെർച്ച് ചെയ്യേണ്ട ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ഫിക്സ് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ എന്താണോ നമ്മൾ സെർച്ച് ചെയ്തത് അത് ലിസ്റ്റിൽ ആദ്യം തന്നെ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്തുകൊണ്ട് ആഡ് ടു ഫയർഫോക്സ് എന്നത് ക്ലിക്ക് ചെയ്യുക. എക്സ്റ്റൻഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഫയർഫോക്സിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. നോക്കുക, സംഭവം ഇവിടെ വർക്കിംഗ് ആണ്. വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഗൂഗിൾ ക്രോമിലേതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഓപ്ഷൻ ഫയർഫോക്സിലും ഉണ്ട്. ആഡ്വാൻസിൻ്റെ സഹായമില്ലാതെ തന്നെ ഗൂഗിൾ ക്രോമിൽ വീഡിയോസ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആയതുപോലെ ഫയർഫോക്സിലും ഡെസ്ക്ടോപ്പ് സൈറ്റിലിട്ട് കഴിഞ്ഞാൽ വീഡിയോസ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആകും. അത് ഞാൻ കാണിക്കുന്നില്ല. വീഡിയോയുടെ ലെങ്ത് കൂടിയാലോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് യൂട്യൂബ് മൊബൈലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യിക്കുന്നതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചാണ്. കുറച്ച് ആപ്ലിക്കേഷൻസിൻ്റെ പേര് ഞാനിവിടെ ലിസ്റ്റ് ചെയ്യാം. YTB പ്ലെയർ, പ്രോ ട്യൂബ്, ഫയർ ട്യൂബ്, ന്യൂ പൈപ്പ്, യൂട്യൂബ് വാൻസ്റ്റ് തുടങ്ങിയ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ് യൂട്യൂബ് വീഡിയോസ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിവിടെ ന്യൂ പൈപ്പ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ന്യൂ പൈപ്പ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടത്തില്ല. ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് ഇതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. ഞാനിവിടെ ഒരു വീഡിയോ സെർച്ച് ചെയ്യുകയാണ്.
ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തു. ഇവിടെ നോക്കുക, ആഡ് ടു ബാക്ക്ഗ്രൗണ്ട്, പോപ്പപ്പ്, ഡൗൺലോഡ് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇവിടെ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തപ്പോൾ തന്നെ എനിക്കിവിടെ മ്യൂസിക് പ്ലേ ആയിട്ടുണ്ട്. ഞാൻ ഇനി ബാക്ക് പോവുകയാണ്. Close till I get up. Time is barely on our side. I don't wanna waste what's left. ഒരു എക്സ്ട്രാ ഇൻഫർമേഷനായിട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ചിലർക്കെങ്കിലും അത് ഉപകാരപ്പെടും. ആദ്യം പറഞ്ഞ 2 മെത്തേഡിൽ, അതായത് ഗൂഗിൾ ക്രോമും മോസില്ല ഫയർഫോക്സും ഉപയോഗിച്ച് യൂട്യൂബ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യിക്കുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ID അതിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ആപ്ലിക്കേഷനിലും അതിൻ്റെ ഹിസ്റ്ററി കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ലൊരു അറിവുമായി മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, അബിൻ.